ഇസ്ലാമാബാദിൽ നടന്ന സമാധാന ചർച്ച പരാജയമായതിനു പിന്നാലെ ഹോർമുസ് കടലിടുക്ക് തടയുമെന്ന ഭീഷണി മുഴക്കി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതിനെ കളിയാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖിർ ഖാലിബാഫ്. പക്ഷേ ഈ മുന്നറിയിപ്പ് വിചിത്രമായ രീതിയിലാണ്. ഹോർമുസ് കടലിടുക്ക് തടയുമെന്ന ഭീഷണി മുഴക്കി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയത് ഇസ്ലാമാബാദിൽ നടന്ന സമാധാന ചർച്ച പരാജയമായതിന് പിന്നാലെയാണ്. ഇതിനെ കളിയാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖിർ ഖാലിബാഫ്. ഇറാൻ അസാധാരണമായ ഒരു സന്ദേശമാണ് നൽകിയത്. ഒരു സാധാരണ രാഷ്ട്രീയ പ്രസ്താവനയ്ക്ക് പകരം മുന്നറിയിപ്പ് നൽകാൻ അവർ ഗണിതശാസ്ത്ര ശൈലിയിലുള്ള ഒരു ഫോർമുലയാണ് ഉപയോഗിച്ചത്. ഇപ്പോഴത്തെ ഇന്ധനവില ആസ്വദിച്ചോളൂ. ഈ പറയുന്ന ബ്ലോക്കേഡ് കൊണ്ട് ഡോളറിന് $4 മുതൽ $5 എന്ന ഇന്ധനവില നിങ്ങൾക്ക് ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരു ഓർമ്മയായി മാറും എന്ന് എഴുതിയ ശേഷമാണ് ഫോർമുല ഉപയോഗിച്ചിരിക്കുന്നത്. US വൈറ്റ് ഹൌസിന് സമീപത്തെ നിലവിലെ ഇന്ധനവിലയും ട്വിറ്ററിൽ ചിത്രത്തിനോടൊപ്പം ഖാലിബാഫ് പങ്കുവച്ചിട്ടുണ്ട്. പലയിടത്തും $4 മുതൽ $5 വില. വിലകൾ എത്ര വേഗത്തിൽ ഉയരുമെന്ന് വിശദീകരിക്കുന്നതിനുള്ള ഒരു ഫോർമുലയാണ് ഈ സന്ദേശത്തോടൊപ്പം പങ്കിട്ടത്. ബ്ലോക്കേഡ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് എന്ന് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഓരോ വാക്കിന്റെയും ആദ്യ അക്ഷരമാണ് BSOH. ഈ ഫോർമുലയിലൂടെ എണ്ണ വിതരണം നിയന്ത്രിക്കുന്നത് വില ഉയർത്തുമെന്നും അതിന്റെ ആഘാതം ഒരൊറ്റ വർധനവിൽ മാത്രമായി പരിമിതപ്പെടുന്നില്ലെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നു. പകരം കാലക്രമേണ അതിന്റെ ഫലം വർദ്ധിക്കുകയും വിപണികളിലും ഉപഭോക്താക്കളിലും സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ലളിതമായി പറഞ്ഞാൽ, സംഘർഷങ്ങൾ കൂടുതൽ വഷളാകുകയാണെങ്കിൽ എണ്ണവില ഉയരുക മാത്രമല്ല, അവ ആനുപാതമില്ലാതെ കുതിച്ചേക്കാം. അത് താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്നത്തെ ഉയർന്ന വിലകൾ നേരിയതായി തോന്നിപ്പിക്കുമെന്നതാണ് പറയുന്നത്. ഇറാനിയൻ തുറമുഖങ്ങളിൽ പ്രവേശിക്കുകയോ പുറത്തേക്ക് പോവുകയോ ചെയ്യുന്ന കപ്പലുകൾ US നാവികസേന തടയുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഈ മുന്നറിയിപ്പ് വന്നത്. ഉപരോധം ഇറാനിൽ വൈകുന്നേരം 5:30 ആരംഭിക്കുമെന്നും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു. അറേബ്യൻ ഗൾഫ്, ഒമാൻ ഉൾക്കടൽ എന്നിവയുൾപ്പെടെ ഇറാനിയൻ തുറമുഖങ്ങളിലേക്കും തീരപ്രദേശങ്ങളിലേക്കും പ്രവേശിക്കുന്നതോ പുറപ്പെടുന്നതോ ആയ എല്ലാ കപ്പലുകൾക്കും ഇത് ബാധകമായിരിക്കും. എല്ലാ രാജ്യങ്ങളുടെയും കപ്പലുകളിൽ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് US ഉദ്യോഗസ്ഥർ പറഞ്ഞു. എന്നിരുന്നാലും ഇറാനിയൻ ഇതര തുറമുഖങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് ഹോർമുസ് കടലിടുക്ക് വഴി കടന്നുപോകാൻ ഇപ്പോഴും അനുവാദമുണ്ടാകും. ഇതിനർത്ഥം നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കിയാലും ചില വാണിജ്യ നീക്കങ്ങൾ തുടരുമെന്നാണ്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.